ലോകത്തിനെ നിയന്ത്രിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇനിയും കഴിയുമെന്ന് കരുതിയാൽ അത് വലിയൊരു തെറ്റാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ചാനലിൽ റഷ്യയുടെ എണ്ണ ടാങ്കർ ബ്രിട്ടീഷ് സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നത് വെറുമൊരു ഉപരോധത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നേരെയുള്ള വലിയൊരു പ്രകോപനമാണ്. റഷ്യയെ തകർക്കാൻ പാശ്ചാത്യർ നടത്തുന്ന ഈ കടൽ കൊള്ളയുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മളാണ്. ജൂൺ 5-ന് റഷ്യയിലെ ഉസ്റ്റലുഗ തുറമുഖത്ത് നിന്ന് ഈജിപ്തിലെ പോർട്ട് സൈദിയിലേക്ക് പോവുകയായിരുന്ന സ്മിർട്ടോസ് എന്ന എണ്ണ ടാങ്കറാണ് ബ്രിട്ടീഷ് സൈന്യം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. കാമറൂൺ പതാക പാറിച്ചാണ് ഈ കപ്പൽ യാത്ര ചെയ്തിരുന്നത്. വെറുമൊരു സാധാരണ മന്ദഗതിയിലുള്ള വ്യാപാര കപ്പലിനെ പിടിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് റോയൽ മറൈൻ കമാൻഡോകളും ചിനൂക്ക് ഹെലികോപ്റ്ററുകളും യുദ്ധ കപ്പലുകളും അടങ്ങുന്ന വൻ സന്നാഹമാണ് അണിനിരുന്നത്. 6 മണിക്കൂർ നീണ്ട ഈ ഓപ്പറേഷൻ റഷ്യക്ക് നൽകുന്ന വലിയൊരു തിരിച്ചടിയാണെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും പ്രതിരോധ സെക്രട്ടറി ഡാൻ ജാർവിസും ഒക്കെ അവകാശപ്പെടുന്നത്. കപ്പലിലെ എണ്ണ പിടിച്ചെടുത്ത് വിൽക്കണമെന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുടെ ആവശ്യവും ഇതിന് പിന്നിലുണ്ട്. ഇതിനു മുൻപും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ഫ്രഞ്ച് സൈന്യം ഗ്രിഞ്ച് എന്ന ടാങ്കറും മാർച്ചിൽ മൊസാബിക് പതാകയുള്ള ഡെയ്ന എന്ന കപ്പലും പിടിച്ചെടുത്തിരുന്നു. ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി അവരുടെ സാമ്പത്തിക മേഖലയെ തകർക്കാനാണ് 500-ലധികം കപ്പലുകൾക്ക് ബ്രിട്ടൻ ഇതുവരെ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇതിലൂടെ റഷ്യയുടെ എണ്ണ വരുമാനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 2025-ൽ 24% ഇടിവുണ്ടായി എന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. എന്നാൽ വെറും കടലാസിലെ സാമ്പത്തിക ഉപരോധങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് സായുധ സേനയെ ഉപയോഗിച്ച് ബ്രിട്ടനും കൂട്ടരും സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കടൽ കൊള്ളയ്ക്ക് തുനിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യൂറോപ്പിൽ ഇപ്പോൾ പടരുന്ന ഒരു സമാധാന മടുപ്പുണ്ട്. അതായത് യൂറോപ്പ് ഒരു യുദ്ധം കണ്ടിട്ട് ഇപ്പോൾ കുറെ നാളായല്ലോ. അപ്പോൾ തങ്ങൾക്ക് ഇപ്പോഴും വലിയ പ്രതാപമുണ്ടെന്ന് കാണിക്കാനായി കീർ സ്റ്റാമർ സർക്കാർ ബോധപൂർവം ആസൂത്രണം ചെയ്ത ഒരു ആക്ഷൻ മൂവി നാടകമാണ്. ഇവിടെയാണ് യഥാർത്ഥ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയേണ്ടത്. റഷ്യയുടെ ഈ ഷാഡോ ഫ്ലീറ്റ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ പതാക വഹിച്ചിട്ടുള്ള നിഴൽ കപ്പൽ വ്യൂഹം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെയാണ്. ഈ രാജ്യങ്ങൾക്ക് എണ്ണ നൽകുക എന്നതാണ് റഷ്യയുടെ പ്രാഥമിക പരിഗണന. പടിഞ്ഞാറൻ സാമ്പത്തിക വ്യവസ്ഥകളെ റഷ്യ മറികടന്നാലും ഭൂപടത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചില നിർണായക അതിർത്തികളെ മറികടക്കുക എളുപ്പമല്ല. ഡാനിഷ് കടലിടുക്കുകളും ഇംഗ്ലീഷ് ചാനലും ജിബ്രോൾട്ടും അടങ്ങുന്ന നാറ്റോയുടെ മേധാവിത്വമുള്ള കടൽപാതകളിലൂടെ വേണം റഷ്യൻ കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ. ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്വാധീനത്തെയാണ് ബ്രിട്ടൻ ഇപ്പോൾ ആയുധമാക്കുന്നത്. കാമറൂൺ പതാകയുള്ള കപ്പൽ പിടിച്ചെടുക്കുക വഴി റഷ്യൻ എണ്ണയ്ക്ക് രജിസ്ട്രേഷനും ഇൻഷുറൻസും നൽകുന്ന മറ്റ് ആഫ്രിക്കൻ കരീബിയൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തുക എന്നൊരു രഹസ്യ അജണ്ടയും ലണ്ടനുണ്ട്. സെലൻസ്കിയുടെ ഉപദേശം കേട്ട് നാളെ ബ്രിട്ടൻ ഈ എണ്ണ പിടിച്ചെടുത്ത് വിൽക്കാൻ തുടങ്ങിയാൽ റഷ്യ തങ്ങളുടെ കപ്പലുകൾക്ക് അകമ്പടിയായി യുദ്ധക്കപ്പലുകളെ അയക്കും. അങ്ങനെയെങ്കിൽ ഇംഗ്ലീഷ് ചാനലിൽ നേരിട്ടൊരു നാറ്റോ റഷ്യ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. ഇനി ഇംഗ്ലീഷ് ചാനലിൽ റഷ്യ നേരിട്ട് യുദ്ധത്തിന് വന്നില്ലെങ്കിലോ? അപ്പോഴാണ് യൂറോപ്പും അമേരിക്കയും ഇസ്രയേലും ഒക്കെ ശരിക്കും ഭയപ്പെടേണ്ടി വരിക. കാരണം റഷ്യയുടെ തിരിച്ചടി ഗ്രേ സോണിലായിരിക്കും. വടക്കൻ കടലിലെ ബ്രിട്ടന്റെ ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് കേബിളുകൾ, ഗ്യാസ് പൈപ്പ് ലൈനുകൾ, വിൻഡ് ഫാമുകൾ എന്നിവ റഷ്യൻ കപ്പലുകൾ അടിച്ചു തകർക്കും. അല്ലെങ്കിൽ ചെങ്കടലിൽ ബ്രിട്ടീഷ് കപ്പലുകളെ വേട്ടയാടാൻ ഹൂത്തി വിമതർക്ക് റഷ്യ അത്യാധുനിക രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറും. ചിലപ്പോൾ ആയുധങ്ങളും കൈമാറിയേക്കാം. നമ്മുടെ ഏറ്റവും വലിയ സുഹൃത് രാഷ്ട്രമായിട്ടുള്ള റഷ്യയെ ഒറ്റപ്പെടുത്താനും സമാന്തര സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുമുള്ള ഈ നീക്കം, പാശ്ചാത്യരുടെ ഈ നീക്കം ഇന്ത്യയുടെ കൂടി പ്രശ്നമാണ്. കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങി സാമ്പത്തിക കുതിപ്പ് നടത്തുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ വളർച്ച തടയുക എന്നതാണ് ഇംഗ്ലീഷ് ചാനലിൽ ബ്രിട്ടൻ നടത്തുന്ന ഈ കടൽ കൊള്ളയുടെ യഥാർത്ഥ ലക്ഷ്യം. സമുദ്രപാതകൾ ആരുടെയും തറവാട്ട് സ്വത്തല്ലെന്ന് ബ്രിട്ടനെയും കൂട്ടരെയും ഓർമ്മിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആരുടെ ഉപരോധങ്ങൾ വന്നാലും ഇന്ത്യ തങ്ങളുടെ ഊർജ്ജ സുരക്ഷയുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു.